നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ധാരാളം ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ പച്ചയ്ക്ക് ഉള്ളി സൈഡായിട്ട് നമ്മൾ കഴിക്കുന്ന കുറെ ആളുകൾ കാണാനായിട്ട് സാധിക്കും. നിങ്ങളിങ്ങനെ ധാരാളമായിട്ട് പച്ചയ്ക്ക് ഉള്ളി കഴിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ ദഹനം വളരെയധികം മന്ദമാണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡൈജഷൻ ആണ് നിങ്ങളുടെയെങ്കിൽ പരമാവധി ഒഴിവാക്കുക. കാരണം പച്ചയ്ക്ക് ഉള്ളി കഴിക്കുമ്പോൾ അതിൽ ഫ്രക്ടോസ് അതുപോലെ തന്നെ ഫെർമെന്റബിൾ ഫൈബർ എന്ന് പറയുന്ന ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മുടെ ദഹനത്തിനെ നല്ല രീതിയിൽ ബാധിക്കാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അതായത് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് പോലെയുള്ള കാര്യങ്ങൾ, വയറ് നന്നായിട്ട് വീർത്ത് വരിക, എരിച്ചിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടാകും. കൂടുതലായിട്ടും IBS പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ പരമാവധി നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് പച്ചയ്ക്ക് ഉള്ളിയുള്ളത് ഒഴിവാക്കണം. കൂടാതെ ഇതിൽ സൾഫറിന്റെ കോമ്പൗണ്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മൾ ധാരാളമായിട്ട് കഴിക്കുമ്പോൾ വായിൽ ചെറിയൊരു സ്മെല്ലും അതുപോലെ തന്നെ സ്റ്റൊമക്കിൽ നമ്മുടെ വയറിൽ ഒരു ചെറിയൊരു ഇറിറ്റേഷനും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഉള്ളിൽ നല്ല രീതിയിൽ ആന്റി ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫ്ലാവിനോയിഡ്, ആൽക്കലോയിഡ് അതുപോലെ തന്നെ ടാനിൻ എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രീഷൻസിനെ അത് പരമാവധി ആഗീകരണം ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡൈജഷൻ ആണ്, ദഹനം നല്ല രീതിയിൽ നടക്കാത്ത ഒരാളാണെങ്കിൽ പച്ചയ്ക്ക് അധികം ഉള്ളി കഴിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അത് കുറച്ചും കൂടി നമ്മുടെ ദഹനത്തിനെ ഈസി ആക്കുന്ന ഒരു കാര്യമായിരിക്കും.